ഇന്ന് രാവിലെ പറമ്പിൽ കൂടെ അങ്ങനെ നടക്കുമ്പോണ്ട് ഇതാ കാണുന്നു നിറയെ ഇഷ്ടം പോലെ ചേമ്പന്താളിട്ട്. അപ്പോൾ വിചാരിച്ചു ചേമ്പന്താൾ തോരൻ വയ്ക്കാമെന്ന്. ഇന്ന് രാവിലെ മോരുകറി വെച്ചിട്ടുള്ളത്. വേഗം പോയി നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടി ചേമ്പന്താളൊക്കെ അരിഞ്ഞിട്ടാം. അരിഞ്ഞ് അതിൻ്റെ ചീന്തി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയെടുത്ത്. ഈ ആയിരിക്കും നമുക്ക് കാന്താരി മുളകാണ് വേണ്ടത് കേട്ടോ, മെയിനായിട്ട് കാട്ടുകാന്താരി. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വേണം. അപ്പോൾ ഈ ചെറിയുള്ളിയും കാട്ടുകാന്താരിയും കൂടിയിട്ട് നുറുക്കി അരിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചിരകിയ നാളികേരം വേണം, വേപ്പില വേണം, കടുക്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്നത് പിന്നെ ചീഞ്ചട്ടി വേഗം അടുപ്പത്ത് വയ്ക്കാം. ചീഞ്ചട്ടിയൊക്കെ വേഗം അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഇനി നമുക്ക് കടുക് ഇടാം കേട്ടോ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഉള്ളിയും കാന്താരി മുളകും അരിഞ്ഞത് അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. വാട്ടി അതിൻ്റെ ആ ചെറിയുള്ളിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം പോണ വരെ നന്നായി ഇളക്കണം. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപ്പിടുന്നു. നമ്മളിപ്പോൾ ഒരു 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 സ്പൂണോളം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാനുള്ളത് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി നമ്മൾ മെയിനായിട്ട് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഉള്ളിയൊക്കെ നന്നായി വേഗം മുരിയാൻ വേണ്ടിയിട്ടാണ് ഉള്ളിയൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ കുത്തുമണമൊക്കെ നന്നായി പോകണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചേർക്കാൻ പോണത് നാളികേരമാണ് കേട്ടോ. നാളികേരം ചിരകിയത് ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചിരകിയത് ചേർത്ത് കൊടുത്ത്. ഇനി അതിലുള്ള നാളികേരത്തിന് ചിരകിയിലുള്ള ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. ആ അംശം പോകുന്നത് വരെ നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ നന്നായി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായി യോജിപ്പിച്ചെടുക്കുക. നന്നായി ഏകദേശം ഒരു വെള്ളത്തിൻ്റെ അംശം പോയി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ചേമ്പന്താൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചേമ്പന്താൾ അരിഞ്ഞത് ചേർക്കാൻ പോവാണ് ഞാൻ. അങ്ങനെ ചേമ്പന്താൾ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ആദ്യം ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് തുറന്ന് വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. കാരണം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഊറി വരും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ആ വെള്ളം ഊറി വന്ന വെള്ളത്തിൽ നമ്മളൊന്ന് വറ്റിച്ചെടുക്കണ്ടേ. വറ്റിച്ചാലാണ് നല്ലതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിനെ പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. തുറന്ന് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ നല്ല മെഴുക്ക് പുരട്ടിയായിട്ട് കിട്ടും, തോരനായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ ചോറിന് നമുക്ക് ചേമ്പിൻ്റെ